നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ലോങ് വ്ലോഗാണ്. ഞങ്ങൾ ഇന്ന് നമുക്ക് ഇന്നെന്താ പറയണ്ടെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ ഈ ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കോക്കറി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അറ്റൻഷൻ സീക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ആരും എനിക്ക് അറ്റൻഷൻ തരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജ് വൈസ് ആയിട്ട് ഫുട്ബോൾ ക്രിക്കറ്റിന്റെ മാച്ചാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഫുട്ബോൾ ആണ്. സോ ഞങ്ങൾ ഇന്നിവിടെ ടർഫിൽ വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയെന്നുള്ളതിന്റെ ബാക്ക് കണ്ടോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നാളെ മാച്ച് കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിലിവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്പറയങ്ങൾ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് ഹെലമരിയ. അജി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നു. ഷാർലറ്റ് ഇവർക്കൊക്കെ റെഡിയായി. ഞാൻ ഹെലമരി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാം. കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കോളേജിലേക്ക് എത്തിയത് ഈ കോലത്തില്. അങ്ങനെ ഞങ്ങള് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞിട്ട് എല്ലാരെയും കണ്ടു. പക്ഷെ എല്ലാവരും ഞങ്ങളെ കണ്ട് പേടിച്ചോടാണ് ഞങ്ങൾ വീഡിയോ എടുത്ത് മാറ്റിക്കുന്നു വിചാരിച്ചിട്ട് ഫൈനലി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേസ് കണ്ടുപിടിച്ചു. ഞാൻ അവിടെ പോയിരുന്നു, എന്റെ സ്ഥാനം ഉറപ്പിച്ചു. ബിക്കോസ് അവിടെ കുറച്ച് വെയിൽ കുറവുണ്ടായിരുന്നു. ഇന്ന് നല്ല തണുപ്പായിരുന്നു, രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. കുറച്ചും കഴിഞ്ഞാൽ തന്നെ എല്ലാരും കൂടെ വാരുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിഷ്കളങ്കരെ പോലെ കുത്തിയിരിക്കുന്നതാണ് എല്ലാവരും. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്രിൻസിപ്പള് ഇവിടെ കിടന്നിട്ട് എന്താ അനൗൺസ്മെന്റ് ഒക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അജി ഇവിടെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാച്ച് ഒക്കെ സ്റ്റാർട്ടായി. ടോട്ടൽ 4-5 ടീം കളിച്ചു. ഐ തിങ്ക് അതിനകത്ത് ഫസ്റ്റ് റൗണ്ടിൽ നഴ്സിംഗ് ജയിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഗസ്, എനിക്കത് ഉറപ്പില്ല. ബിക്കോസ് ഈ വീഡിയോ ഒരാഴ്ച പഴക്കമുള്ള വീഡിയോ ആണ്. ഇതുവരെ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇരുന്ന സമയത്ത് ഇവിടെ വളരെ തണലായിരുന്നു. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നല്ല വെയിലായി. ഞങ്ങൾ മൂന്നും കൂടെ പിന്നെ എന്ത് ചെയ്യുന്ന അറിയാണ്ടിരിക്കുകയാണ്. കുറെ പിള്ളേരുണ്ടായിരുന്നു അവിടെയൊക്കെ. താനൊന്ന് കേട്ടാൽ കഴിഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ഒരു കൂസലും ഇല്ലാണ്ട് ഇത്രയും നട്ടപ്പൊരു വെയിലൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം തന്നെ കാക്ക മലർന്ന് പറഞ്ഞു എന്നാണ് തോന്നുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് പോകണമെന്നുണ്ട്, പക്ഷെ കളി കാണാൻ പറ്റിയില്ലെങ്കിലോ ഉള്ള സങ്കടത്തിലാണ് അവിടെ തന്നെ കുത്തിയിരിക്കുന്നത്. മാച്ച് നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. കണ്ടു നോക്ക്, ഇതെങ്ങനെ പറയുമ്പോഴൊന്നും എനിക്കറിയിട്ട് കാണാൻ മാത്രമേ അറിയൂ. എനിക്ക് വേറൊരു ഐഡിയ ഇല്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം വ്ലോഗർ. നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ടോ? പിന്നെ ഞാൻ ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും പോയൊരു ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. അപ്പോഴേക്കും നമ്മൾ എൻ സ്റ്റേജിലേക്ക് എത്തി. കളിയൊക്കെ തീരാനായി. ഉച്ചയൊക്കെ ആയിരുന്നു ആ സമയമായപ്പോഴേക്കും. ഇപ്പൊ ഗെയിം തീരില്ല എന്ന് പറഞ്ഞിട്ടാണ് ജയിക്കുന്നത്. ലൈറ്റ്സ് ആയിരുന്നു, പോയി. അങ്ങനെ ഇടുന്ന കപ്പ് പോയി. അങ്ങനെ ഉച്ചവരെയുള്ള മാച്ചിന്റെ അവസാനമായിട്ട് അലൈറ്റ്സുകാരുടെ ജൂനിയേഴ്സ് ആണെന്ന് തോന്നുന്നു, സെക്കൻഡ് ഇയേഴ്സ് പാസ്സായില്ല, അവര് വിൻ ചെയ്തു. അങ്ങനെ അവർക്ക് ട്രോഫി കിട്ടി. ട്രോഫി പോയിന്റ് സങ്കടം തീർക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടെ കുറച്ചു നേരം പുറത്തോടെ പോയിരുന്നു. വേണ്ട, പ്രതീക്ഷയുണ്ട്. നാളത്തെ ക്രിക്കറ്റിൽ നല്ല ഹോപ്പുണ്ട്, എന്തായാലും കിട്ടും. ഐ ഗസ്. ഞങ്ങളുടെ പ്രിൻസിപ്പളാണ് മിസ്റ്റർ മഞ്ജുനാഥ്. സാറ് പീറ്ററിന്റെ ബൈക്കിലൊക്കെ കയറി ഇരുന്ന് നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് സാറും പീറ്ററും കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡേ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേ കാണാം. നെക്സ്റ്റ് ഡേ ക്രിക്കറ്റ് മാച്ചാണ്. ഞങ്ങൾ റെയിൽവേ ഗ്രൗണ്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതാണെങ്കിൽ ഞങ്ങളുടെ ബാച്ച് ജയിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഹോപ്പുള്ള ദിവസമാണ്. ഞാനും ബെല്ല ചേച്ചി, നിത്യ, ഷാർലറ്റാണ് ചിയർ ഗേൾസ് ആയിട്ട് വന്നത്. നല്ല കളിയായിരുന്നു. ഞങ്ങൾ സ്റ്റെപ്പൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സ്റ്റെപ്പൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് തോന്നുന്ന കളിയാണ്. ഞാൻ എല്ലായിടത്തും ഭയങ്കര സ്ലോ ആണ്. എന്താ പറയുക, എനിക്ക് കത്തി വരുമ്പോഴേക്കും അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും.
അങ്ങനെ ഇന്നത്തെ ആവേശകരമായ മത്സരത്തിന് ശേഷം ഞങ്ങളുടെ ബാച്ചാണ് ജയിച്ചത്. പിന്നെ എന്റെ വലിയ ആഘോഷ പ്രകടനമൊക്കെയായിരുന്നു. ഇതൊക്കെ എന്റെ ഇടയ്ക്കിടയ്ക്കുള്ള തുള്ളലാണ്. ഞങ്ങളുടെ ബാച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ തുള്ളിയിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ജൂനിയേഴ്സ് പിന്നെ അലൈറ്റ്സിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നല്ല, നമ്മുടെ ബാച്ചിനോടാണ് നമ്മൾ സ്നേഹം കൂടുതൽ. നമ്മുടെ ക്യാപ്റ്റൻ ഗൗതമായിരുന്നു. ഇങ്ങനെ എല്ലാവർക്കും മെഡലൊക്കെ ഇട്ട് കൊടുത്തു. സാറ് പിന്നെ നമ്മുടെ കോളേജിന്റെ MD ഇവരെല്ലാം കൂടിയിട്ട് മെഡലൊക്കെ ഇട്ട് കൊടുത്തു. സെക്കൻഡ് കിട്ടിയ ആൾക്കാർക്കും ട്രോഫി ഉണ്ടായിരുന്നു, ഫസ്റ്റ് കിട്ടിയ ആൾക്കാർക്കും ട്രോഫി ഉണ്ടായിരുന്നു. നിങ്ങൾ കാത്തിരുന്ന സാധനം ഞങ്ങളുടെ കപ്പ് ഞങ്ങൾക്ക് കിട്ടി. ഇന്നലത്തെ സങ്കടം മുഴുവൻ ഇനി ഒറ്റ കപ്പ് കൊണ്ട് എല്ലാവർക്കും മാറി കിട്ടി. ബോയ്സും ഗേൾസും എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഞങ്ങളുടെ ക്ലാസ് കോർഡിനേറ്ററും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ വ്ലോഗ്